ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇത് നമുക്ക് ഈസിയും ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയാലോ. നമ്മൾ ഇന്നിവിടെ മസൂർ ദാൽ ദോശയാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി 1 കപ്പ് മസൂർ ദാൽ നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഒരു 3-4 പ്രാവശ്യം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം നമുക്കിത്. എന്നിട്ട് ഒരു 2 മണിക്കൂർ നമുക്കിത് വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇതായിപ്പോൾ നമ്മുടെ മസൂർ ദാലൊക്കെ നല്ലപോലെ സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 1/2 കപ്പ് റവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1 പീസ് ഇഞ്ചി അരിഞ്ഞതും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമുക്ക് 1 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. 1 മിനിറ്റെങ്കിലും നമുക്കിത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്തത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പോറിങ് കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത്. ഇനി നമുക്ക് നേരെ ദോശ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി പരന്നൊരു പാൻ ഫ്ലെയിമിലേക്ക് വെച്ച് നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും ഇതേപോലെ ഒരു തവി മാവ് എടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് റൗണ്ടിൽ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കുക്കായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് മല്ലിയില ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് എണ്ണ കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിത് എടുക്കാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ദോശകൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. നമുക്ക് തലേദിവസം കുതിർത്ത് വെക്കുക അരച്ചു വെക്കുക ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ദോശ റെസിപ്പിയാണിത്. മടിയുള്ള സമയത്തൊക്കെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ദോശയാണിത്. അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണിതിന്. നമ്മുടെ ഈ മസൂർ ദാൽ ദോശയ്ക്ക് ചട്നിനെക്കാളിലും കൂടുതൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് സാമ്പാറാണ്. സാമ്പാറായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതേപോലെ മസൂർ ദാൽ ദോശ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്നും ഒരേപോലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാതെ ഇതേപോലെ ഈസിയും ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.